നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അക്ഷയ തൃതീയ. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവി നമ്മളെ ഓരോരുത്തരെയും കാണാനും അനുഗ്രഹിക്കാനുമായി നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ദിവസം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിത ദാരിദ്ര്യങ്ങളും തീർത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിധി കുംഭവും നമുക്ക് നൽകി അമ്മ മഹാമായ മഹാലക്ഷ്മി മടങ്ങുന്ന ദിവസം. നാളത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ വീട്ടിൽ ചെയ്യരുത് കേട്ടോ. ഒരുപാട് പേര് അറിയാതെ ഈ തെറ്റ് വീട്ടിൽ ചെയ്യുന്നവരുണ്ട്. അറിയാതെ പോലും ഈ 10 കാര്യങ്ങൾ വീട്ടിൽ ചെയ്യരുത്. ലക്ഷ്മി കോപം വരുത്തി വെക്കാൻ ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല. ലക്ഷ്മി ദേവി പടിയിറങ്ങും, ആ വീട്ടിൽ മൂദേവി കയറും, ആ വീട് മുടിയും എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈ 10 കാര്യങ്ങൾ അക്ഷയ തൃതീയ ദിവസം വീട്ടിൽ ചെയ്യരുത്. സർവനാശമാണ് ഫലം. അറിഞ്ഞിരുന്നോണ്ട് ആരും ദോഷം വിളിച്ചു വരുത്തരുത്. ഭഗവതിയായിട്ട് എന്നെ കൊണ്ട് പറയിച്ചതാണ്. അറിയാതെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അക്ഷയ തൃതീയ ദിവസം അറിയാതെ പോലും ചെയ്യല്ലേ. പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 10 കാര്യങ്ങൾ ഇവിടെ പറയാം. നിങ്ങൾ കേട്ട് നോക്കൂ. കേട്ടിട്ട് അറിയാതെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാളത്തെ ദിവസം വീട്ടിൽ ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും, വീട്ടിൽ ഭിക്ഷക്കാരായിട്ടോ സഹായം ചോദിച്ചോ ആര് വന്നാലും വെറും കൈയോടുകൂടി മടക്കി അയക്കരുത്. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ പരമേശ്വരൻ അന്നപൂർണേശ്വരി ഭഗവതിയോട് ഭിക്ഷ യാചിച്ച ദിവസമാണ്. നമ്മളുടെ വീട്ടിൽ ഭിക്ഷ ചോദിച്ച് ആര് വന്നാലും ആ ശിവസങ്കല്പമാണെന്നാണ് പറയുന്നത്. ഭിക്ഷ ചോദിച്ച് ആര് വീട്ടിൽ വന്നാലും നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ ഒരുപാടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? അത് ചിലപ്പം നാണയമായിരിക്കും, ചിലപ്പം പണമായിരിക്കും, ചിലപ്പം ആഹാരമായിരിക്കും, ചിലപ്പം വസ്ത്രമായിരിക്കും. എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കഴിവിനനുസരിച്ച്. അല്ല ഇത്ര കൊടുക്കണം, ഇന്നത് കൊടുത്താലേ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കഴിവിന്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, ചിലപ്പം വന്നു കയറുന്ന ഒരു കുടിലായിരിക്കും. ആ കുടിലിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ ആഹാര വറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കും കൊടുക്കാൻ കാണുന്നത്. കൊടുക്കൂ. അത് 100 മേനിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറും. വന്നു കയറുന്നത് ശിവസാന്നിധ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കണക്കിന് നോക്കിയാൽ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അക്ഷയ തൃതീയ ദിവസം ഒരാൾ ഭിക്ഷയാചിച്ച് വരിക, അല്ലെങ്കിൽ സഹായം ചോദിച്ചു വരിക എന്ന് പറയുന്നത്. അതൊരു ഐശ്വര്യമായിട്ട് കൂടി ശകുനമായിട്ട് കൂടി കണക്കാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും ആട്ടിപ്പായിക്കുകയോ കൊടുക്കാതെ വെറും കൈയോടുകൂടി മടക്കി അയക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ കഴിവിനാൽ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ആയുധങ്ങൾ വാങ്ങാൻ പാടില്ല അക്ഷയ തൃതീയ ദിവസം എന്നുള്ളതാണ്. ലോഹത്തിൽ തീർത്ത വീട്ടുപകരണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊള്ളൂ. ആയുധങ്ങളായിട്ടുള്ള, ഇപ്പോൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ കഠാര പോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള ആയുധങ്ങൾ മൂർച്ചയേറിയത് ഒന്നും ലോഹനിർമ്മിതമായിട്ടുള്ളത് വാങ്ങിക്കാൻ പാടില്ലാത്ത ദിവസമാണ് അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. അത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കത്തിയോ മറ്റു വസ്തുക്കളോ മാറ്റി വാങ്ങണോ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങാൻ പാടില്ല. ആയുധങ്ങൾ, കത്തി, കഠാര, മുള്ളുള്ള വസ്തുക്കൾ, ഇങ്ങനെയുള്ള മുനയുള്ള വസ്തുക്കൾ, ഇതൊന്നും, എന്തിനു പറയുന്നു, ഒരു സൂചി പോലും അത്തരത്തിൽ മൂർച്ചയുള്ളത്, മുനയേറിയത് വാങ്ങിക്കാൻ പാടില്ലാത്ത ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ ഒരു കാരണവശാലും അക്ഷയ തൃതീയ ദിവസം മുറിക്കാൻ പാടില്ല. ഒരുപക്ഷെ ഒരു കായ്ഫലമൊന്നും ഇല്ലാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് മരം മുറിക്കാൻ ആൾ വരാമെന്ന് പറഞ്ഞു വീട്ടിൽ നിൽക്കുന്ന മാവ് ഉദാഹരണത്തിന് അന്ന് മുറിക്കുകയാണ്. അതീവ ദോഷം കേട്ടോ. ഒരു കാരണവശാലും ചെയ്യരുത്. ആരെങ്കിലും വീട്ടിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഏതെങ്കിലും മുറിക്കാൻ, ഞായറാഴ്ച കൂടി വരുന്നതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ചിലപ്പോൾ അവധി കിട്ടുമ്പോൾ ആ വീട്ടിൽ നിൽക്കുന്ന ഈ വൃക്ഷം അങ്ങ് മുറിച്ചേക്കാം, അല്ലെ ആളെ വിളിച്ചിത് മുറിച്ച് മാറ്റിയേക്കാം എന്നൊക്കെ വിചാരിക്കും. ഒരു കാരണവശാലും വീട്ടിൽ നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഫലം തരുന്ന വൃക്ഷങ്ങൾ, മാവ്, പ്ലാവ് ഒക്കെ പോലെയുള്ള വൃക്ഷങ്ങൾ, ഒരു കാരണവശാലും തെങ്ങുൾപ്പെടെ ഒരു വൃക്ഷങ്ങളും വീട്ടിൽ നിൽക്കുന്നത് മുറിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. അത് നമ്മളുടെ സമൃദ്ധി നശിപ്പിക്കുന്ന, നമ്മളത് ചെയ്താൽ അതുപോലെ നമ്മളുടെ ജീവിതവും തകിടം മറിയുന്ന അത്തരത്തിലൊരു കാര്യമാണ് മരം മുറിക്കുക എന്ന് പറയുന്നത്.
ഒരു കാരണവശാലും അക്ഷയതൃതീയ ദിവസം അത് ചെയ്യരുത്. വൃക്ഷം മുറിക്കാനുള്ള നാളെ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ, അതായത് അക്ഷയതൃതീയ ദിവസത്തെ മാത്രം കാര്യമേ ഉള്ളൂ. അറിഞ്ഞിരുന്ന് ദോഷം വിളിച്ചു വരുത്തരുത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പശു വന്നു കയറിയാൽ ആട്ടിപ്പായിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അക്ഷയതൃതീയ ദിവസം വീട്ടിൽ പശുവോ പശുക്കിടാവോ ഓടിക്കയറുക എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതല്ല പറയുന്നത്, മറ്റു വീടുകളിൽ വളർത്തുന്ന മറ്റിടങ്ങളിൽ നിന്ന് വന്ന് നിങ്ങളുടെ പുരയിടത്തിലോ പറമ്പിലോ നിങ്ങളുടെ വീട്ടിലോ കയറുകയോ ചെയ്താൽ അതിന് കഴിക്കാൻ ആഹാരം കൊടുക്കുക, അതിനെ തൂത്ത് തടവി വിടുകയാണെന്നുണ്ടെങ്കിൽ വിടുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ, ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിൽ. ഏറ്റവും ഐശ്വര്യമാട്ടോ. ഒരു ഈ അക്ഷയതൃതീയ ദിവസം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ശകുനമാണ് ഒരു കിടാവ് അല്ലെങ്കിൽ ഒരു പശു നമ്മളുടെ വീട്ടിൽ വന്ന് കയറുക. അതിനെ നമ്മൾ അടിച്ചോടിക്കുക, അതിനെ ഉപദ്രവിച്ച് ആട്ടി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൗഭാഗ്യം നമ്മൾ കാലുകൊണ്ട് തട്ടി എറിയുന്നതിന് തുല്യമാണ്. ആരും അറിഞ്ഞിരുന്നുകൊണ്ട് ആ തെറ്റ് ചെയ്യരുത്. ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, യാതൊരു കാരണവശാലും അക്ഷയതൃതീയ ദിവസം സ്വർണം, പണം അല്ലെങ്കിൽ പണം തരുന്ന വസ്തുക്കൾ, നിങ്ങളുടെ വസ്തുവകകൾ, വീടിൻ്റെ ആധാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പണയം വെക്കാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ്. പണയം വെക്കുന്ന ഒരവസ്ഥ, അഥവാ എന്തെങ്കിലും പണയം വെക്കണം അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും നാളെ ഒരു ദിവസം കഴിഞ്ഞോട്ടെ, തിങ്കളാഴ്ച ചെയ്യുക എന്നുള്ളതാണ്. പണയം വെക്കാൻ, പണയത്തിന് വേണ്ടി നിങ്ങളുടെ വസ്തുവകകൾ കൊടുക്കാൻ, അത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസം കേട്ടോ. ആരെങ്കിലും അത്തരത്തിൽ ഞായറാഴ്ച പോയി പണയം വെച്ച് കളയാം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഏർപ്പാടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അത് ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ്. അത് വ്യക്തികൾക്കിടയിലുള്ള ഇടപാടാണെങ്കിലും സ്ഥാപനങ്ങൾ മുഖാന്തരമുള്ള ഇടപാടായാലും പണയം വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പണയം വെച്ച് കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉചിതമായിട്ടുള്ള ദിവസമല്ല, അത് ദോഷമായിട്ട് വരുന്ന ദിവസമാണ് ഈ അക്ഷയതൃതീയ ദിവസം എന്ന് പറയുന്നത്. ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ വെച്ചാരാധിക്കുന്ന ഒരു ചിത്രവും വിഗ്രഹവും എടുത്തു കളയാൻ പാടില്ല. പലരും വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വെച്ച് ആരാധിച്ച് തൊഴുതുകൊണ്ടിരിക്കുന്ന ചിത്രമൊക്കെ അങ്ങ് പഴകിയല്ലോ അല്ലെങ്കിൽ കീറിയല്ലോ, ഇന്ന് അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ഒരു കാരണവശാലും ചെയ്യരുത്. കളയണമായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നേ കളയണമായിരുന്നു, അല്ലേ? തലേന്നേ കളയണമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കളയും. അക്ഷയതൃതീയ ദിവസം വെച്ച് ആരാധിക്കുന്ന ചിത്രങ്ങളൊന്നും തന്നെ എടുത്ത് കളയാനോ മാറ്റാനോ പാടില്ല. അക്ഷയതൃതീയ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അമ്പലത്തിലൊക്കെ പോകുമ്പം നല്ല ദേവീ ചിത്രങ്ങളും ലക്ഷ്മി ചിത്രങ്ങളും കുബേര ചിത്രങ്ങളും ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? പഴയതിരിക്കുന്ന ചിലപ്പോൾ എടുത്ത് കളയും. അത് ചെയ്യരുത്, അത് തെറ്റാണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, യാതൊരു കാരണവശാലും വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്രയും നാൾ നമ്മൾ തൊഴുത് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ എടുത്തു കളയരുത്. ദോഷമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം വീട് ഇരുണ്ട് കിടക്കരുത് എന്നുള്ളതാണ്. എന്താണ് വീട് ഇരുണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ? രണ്ട് കാര്യങ്ങളുണ്ട്, പറയാം. ഒന്നെന്ന് പറയുന്നത്, വീട്ടിൽ നിലവിളക്ക് കത്തിക്കാതിരിക്കരുത്. 2 നേരവും കത്തിക്കാൻ പറ്റുന്നവർ 2 നേരവും കത്തിക്കുക. ഇല്ല, ഒരു നേരേ കത്തിക്കാൻ പറ്റുന്നുള്ളൂ, വൈകിട്ടേ കത്തിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെ രാവിലെ കത്തിക്കുക, ഒരു നേരം കത്തിച്ചാൽ മതി. പക്ഷേ ഒരു നേരം പോലും വിളക്ക് കത്തിക്കാതെ വീട് ഇരുട്ടിലാണ്ട് കിടക്കരുത്. അതുപോലെ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗം ഉണ്ടല്ലോ, വടക്ക് കിഴക്കേ മൂല, പറ്റിയാൽ അവിടെ ഒരു ലൈറ്റ് ഇടുക, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഒരു ചെറിയ ദീപമോ മറ്റോ അവിടെ കത്തിച്ചു വയ്ക്കുക. ഒന്നും കിട്ടിയില്ല, ഒരു മെഴുകുതിരി ആയാലും അവിടെ കത്തിച്ചു വയ്ക്കുക. വടക്ക് കിഴക്ക് ഏറ്റവും ഐശ്വര്യമാണ് കേട്ടോ. വടക്ക് കിഴക്കൂടാണ് ഭഗവതി വരുന്നു എന്നുള്ള സങ്കല്പം. അതുകൊണ്ടാണ് വടക്ക് കിഴക്ക് എപ്പോഴും ഇരുണ്ട് കിടക്കായിരിക്കും. ഒരു ബൾബെങ്കിലും ഇട്ട് വയ്ക്കുക, അവിടെ നിന്ന് ഒരു പ്രകാശമുഖരിതമായിരിക്കാൻ സന്ധ്യാസമയത്ത്, സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. രാത്രി വരെ ഇട്ടിട്ട് പിന്നെ അണച്ചോളൂ, അല്ലെ പിന്നെ അത് കെടുത്തിക്കോളൂ, ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം വീട് ഇരുണ്ട് കിടക്കരുത്. 2 നേരത്തിൽ ഒരു നേരമെങ്കിലും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക. വീട് ഇരുണ്ട് കിടന്നാൽ അതിൻ്റെ ദോഷം മഹാലക്ഷ്മി പടിയിറങ്ങും എന്നുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നഖം, മുടി ഇതൊന്നും വെട്ടാനായിട്ട് നാളത്തെ ദിവസം ഉചിതമല്ല കേട്ടോ. പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കുക. അറിയാതെ പോലും നാളത്തെ ദിവസം മുടി മുറിക്കുക, നഖം മുറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു ദിവസമാണ് ഈ ദിവസം എന്ന് പറയുന്ന അക്ഷയതൃതീയ ദിവസം എന്ന് പറയുന്നത്. മുടി മുറിക്കുക അല്ലെങ്കിൽ നഖം വെട്ടുക, ഇതൊക്കെ ഒഴിവാക്കുക. അടുത്തത് 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു കാരണവശാലും നാളത്തെ ദിവസം ആഹാരം എടുത്തു കളയേണ്ട ഒരവസ്ഥ
ഉണ്ടാകരുത്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടിൽ ഭഗവതി ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ വെക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് സ്വീകരിച്ച് ഭഗവതി നമ്മളോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ വീട്ടിൽ അരി ഇടുന്ന സമയത്ത് മഹാലക്ഷ്മി ദേവിയെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അരിയിടണമെന്ന് പറയുന്നത്. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ, ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ, ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ, ഓം അന്നപൂർണയെ നമ, ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ. അങ്ങനെ അന്നപൂർണേശ്വരി ദേവിയും മഹാലക്ഷ്മിയും പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ദിവസം അരിയിടണം. ഒരു കാരണവശാലും ഇട്ട് വയ്ക്കുന്ന അന്നം എടുത്ത് കളയേണ്ട ഒരവസ്ഥയോ ഇരുന്ന് കേടായി പോകുന്ന ഒരവസ്ഥയോ ഇരുന്ന് വളിച്ചു പോകുന്ന ഒരവസ്ഥയോ ഉണ്ടാകരുത്. അത് ഇരട്ടി ദോഷമാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഭക്ഷണം ഇട്ട് വയ്ക്കുക, ആവശ്യത്തിന് മാത്രം വിളമ്പി നൽകുക. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആഹാരം വേസ്റ്റ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം കൊടുത്ത് അവർ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഭക്ഷണം എടുത്ത് കളയേണ്ട ഒരവസ്ഥ, അന്നം എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ മൂദേവിയാണ്. ആ വീട് നശിക്കാനായിട്ട് ഇതിൽ പരം ഒരു ദോഷം വേറെ ചെയ്യാനില്ല അക്ഷയതൃതിയായിട്ട് എന്നുള്ളതാണ്. ആരും അറിഞ്ഞിരുന്നുകൊണ്ട് തെറ്റ് ചെയ്യരുത്. അടുത്തത് 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ശാപവാക്കുകൾ പറയരുത് കേട്ടോ. ഭഗവതി വീട്ടിലുള്ള ദിവസമാണ്, മഹാലക്ഷ്മി വീട്ടിലുള്ള ദിവസമാണ്. എന്താണ് ശാപവാക്കുകൾ? ചിലപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു വികാര വിസ്ഫോടനത്തിൻ്റെ പുറത്തായിരിക്കും, ഒരു ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും, ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷണൽ മൊമെൻറ്റിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞാൽ നീ നന്നാവത്തില്ലടാ, നീ ഗതി പിടിക്കത്തില്ലടാ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നീ നാശമായി പോവും, നീ നശിച്ചു പോവും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ചിലപ്പോൾ വീട്ടിലുള്ളവരെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ മക്കളെ ആയിരിക്കും, അല്ലെങ്കിൽ കൊച്ചുമക്കളെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് കയറി പറഞ്ഞു കളയും. പക്ഷെ പറയുന്നത് നാവിൽ ഗുളിയം നിൽക്കുന്ന നേരമാണ് കേട്ടോ. അത് നമ്മളൊന്നും ഒരു ദ്രോഹവും ചെയ്യണമെന്ന് കരുതി പറയുന്നതായിരിക്കത്തില്ല, പക്ഷെ പറയുന്നത് നമുക്ക് അതുപോലെ ഫലമായിട്ട് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നാവിൽ നിന്ന് അത്തരത്തിൽ ശാപവാക്കുകൾ പെട്ടെന്നൊരു എന്താ പറയുന്ന ഒരു ഇമോഷണലായിട്ട് പെട്ടെന്ന് അതിൻ്റെ പുറത്ത് പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന ചില വാക്കുകൾ, ഇതൊക്കെ ഉറപ്പ് വരുത്തുക, ഒഴിവാക്കുക. കഴിയുന്നതും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തുക. മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, ഏറ്റവും ഐശ്വര്യമായിട്ട് വരുന്ന കാര്യമാണ്. ഇപ്രാവശ്യത്തെ അക്ഷയതൃതീയയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താ? ഞായറാഴ്ചയാണ് വരുന്നത്. അക്ഷയതൃതീയ തിഥി കണക്കാക്കി വരുമ്പം തിങ്കളാഴ്ചയല്ല, ഞായറാഴ്ചയാണ് ഇപ്രാവശ്യം അക്ഷയതൃതീയ തിഥി കണക്കാക്കുന്നത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവധിയൊക്കെ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഏറ്റവും സൗകര്യമായിട്ടുള്ള ദിവസമാണ്. വീട്ടിനടുത്ത് ലക്ഷ്മി ക്ഷേത്രം ഉള്ളവർ ലക്ഷ്മി അമ്പലത്തിൽ പോവുക. ലക്ഷ്മി അമ്പലം ഇല്ലാത്തവർ നിങ്ങളുടെ വീട്ടിനടുത്ത് ദേവി ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം, ദുർഗാ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം പോയി തൊഴുക. എല്ലാ നാട്ടിലും ഇപ്പോൾ മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ടാവണമെന്നില്ല. മഹാലക്ഷ്മി ആലയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ആലയങ്ങളിലൊക്കെ പോവുക. നിങ്ങളുടെ സിന്ദൂരച്ചെപ്പ്, സ്ത്രീകൾ, വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ നിങ്ങളുടെ സിന്ദൂരച്ചെപ്പ്, നിങ്ങളുടെ താലി, ഇതൊക്കെ പൂജിക്കാൻ കൊടുക്കാൻ ഏറ്റവും ഗംഭീര ദിവസമാണ് കേട്ടോ. താലി പൂജയൊക്കെ നടത്തണം. പുതിയ താലിയൊന്നും വാങ്ങണമെന്നില്ല. നിലവിലുള്ള താലിയും താലിമാലയും വാങ്ങി, അല്ലെങ്കിൽ ആ താലിമാല എടുത്ത് ഒന്ന് കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി ഐശ്വര്യമായിട്ട് ആ താലിയും താലിമാലയും കൂടെ ക്ഷേത്രത്തിൽ കൊടുത്ത്, ലക്ഷ്മി അമ്പലത്തിലോ ദേവീ ക്ഷേത്രത്തിലോ കൊടുത്ത് നിങ്ങളുടെ സിന്ദൂര ചെപ്പും കൂടെ കൊടുത്ത് പൂജിച്ച് തരണമെന്ന് പറഞ്ഞാൽ രസീതാക്കിയാൽ മതി. പൂജിച്ച് തരും അവിടുത്തെ തിരുമേനി. അത് പൂജിച്ച് വാങ്ങിക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. സ്ത്രീകൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ദീർഘസുമംഗലീ യോഗവും നേടാനായിട്ട് ഈ ഒരു അക്ഷയതൃതീയ ഏറ്റവും ഗംഭീരമാണ്. വൈഷ്ണവ മാസം കൂടാണ്, വൈശാഖ മാസം കൂടെ നിലനിൽക്കുന്ന സമയമാണ്. മഹാലക്ഷ്മി ചൈതന്യവും മഹാവിഷ്ണു പ്രീതിയും ഉള്ള സമയമാണ്. കൂടാതെ അക്ഷയതൃതീയ നാളും കൂടാണ്. ഈ ഒരു ദിവസം സ്വർണം വാങ്ങണമെന്ന് തന്നെ ഇല്ല. നമ്മളുടെ കയ്യിലുള്ള സ്വർണം കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി വെക്കുന്നതും ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ്. താലി പൂജ അല്ലെങ്കിൽ താലിമാല പൂജയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ചെയ്തോളൂ. സിന്ദൂര ചെപ്പ് പുതുതായിട്ട് വാങ്ങി അതിൽ സിന്ദൂരം നിറച്ച് പൂജിക്കാൻ കൊടുക്കണമെന്ന് വിചാരിക്കുന്നവർ, പുതിയൊരു സിന്ദൂര ചെപ്പ് വേണം എനിക്ക് എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സിന്ദൂര ചെപ്പ് വാങ്ങി സിന്ദൂരം നിറച്ച് അത് ക്ഷേത്രത്തിൽ കൊടുത്ത്, ഭഗവതി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് അണിയുന്നതും ഏറ്റവും ഗംഭീരമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം. അഡീഷണലായിട്ട് ഇതും കൂടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി പറയുന്നതാണ്. എല്ലാവർക്കും മഹാലക്ഷ്മി എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ നിങ്ങളും കുഞ്ഞുങ്ങളും കുടുംബവും എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.